പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സഞ്ചാരി ട്രാവൽ OP യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും സ്വാഗതം. 2026 മെയ് 4 നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരികയാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ ദുഃഖം ഉണ്ടാവും, ചില ആളുകൾക്കൊക്കെ സന്തോഷം ഉണ്ടാവും. ഏതായാലും LDF UDF ഏതെങ്കിലും ഒരു ടീമെ ഭരണത്തിൽ വരികയും അതെന്തായാലും ജനവിധി എന്തായാലും നാം മാനിക്കുകയും വേണം, അത് അംഗീകരിക്കുകയും വേണം, അതിനെ ബഹുമാനിക്കുകയും വേണം. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. പല സർവേ ഫലങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ ഒരുവിധം എല്ലാ മണ്ഡലങ്ങളിലെയും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നത്. ഇതിന് സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുക. ഏതായാലും അധികം വലിച്ചു നീട്ടാതെ ഇതൊരു AI വീഡിയോ ആണ്. ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, എല്ലാവർക്കും സഞ്ചാരി ട്രാവൽ OP യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, അടുത്ത മെയ് 4 കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരികയാണല്ലോ. കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്ന് സഞ്ചാരി ട്രാവൽ OP നടത്തിയ സർവേ ഫലം പുറത്തുവിടുകയാണ്. ഇത് 100% ശരിയാകണമെന്നില്ല, എങ്കിലും 90% ശരിയാകാനാണ് സാധ്യത. ചാനലിന്റെ വക്താക്കൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാവിധ ജനങ്ങളോട് ഫോൺ മുഖാന്തരം സംസാരിച്ചു, നേരിൽ കണ്ടും സംസാരിച്ചു എത്തിയ നിഗമനമാണിത്. കേരളത്തിൽ ആകെ 3 മുന്നണികളാണുള്ളത്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന LDF എന്ന മുന്നണിയും UDF എന്ന മുന്നണിയും NDA എന്ന മുന്നണിയും. കേരളത്തിൽ UDF 70 മുതൽ 84 സീറ്റ് വരെ നേടി അധികാരത്തിൽ വരുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. NDAയിലെ പ്രധാന കക്ഷിയായ BJPക്ക് 0 മുതൽ 3 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് സർവേ ഫലം സൂചിപ്പിക്കുന്നു. UDFന്റെയും BJPയുടെയും സീറ്റുകൾ കൂട്ടിച്ചേർത്താൽ ബാക്കി വരുന്നതുകൊണ്ട് LDF 2026 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരിക്കുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഇതൊരു AI വീഡിയോയാണത്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.